മാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റിംഗ് സെലക്ട് ചെയ്യുക. ഡിഫാൾട്ട് ഫോട്ടോ ഡ്യൂറേഷൻ 4 സെക്കൻഡായി സെറ്റ് ചെയ്യുക. മീഡിയ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഇവിടെ 7 ഇമേജുകളാണ് നാം ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇമേജുകൾക്ക് നടുവിലുള്ള ട്രാൻസിഷൻ പോയിന്റുകളിലേക്ക് വേണ്ട എഫക്റ്റ് നൽകുന്നതിന് ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസിഷൻ എഫക്റ്റിൻ്റെതായ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മാഗ്നറ്റിക് സൂം സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ ഈ എഫക്റ്റ് നിങ്ങളുടെ കൈൻമാസ്റ്ററിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. മാഗ്നറ്റിക് സൂം സെലക്ട് ചെയ്യുക. വ്യത്യസ്ത രീതിയിലുള്ള 4 എഫക്റ്റുകൾ ലഭ്യമാണ്. ഇവിടെ നമുക്ക് മൂന്നാമത്തെ ഈ എഫക്റ്റ് സെലക്ട് ചെയ്യാം. ട്രാൻസിഷൻ സ്പീഡ് 1.5 തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. ബാക്കിയുള്ള എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളും ഒന്നൊന്നായി സെലക്ട് ചെയ്ത് മാഗ്നറ്റിക് സൂമിൽ നിന്നും മൂന്നാമത്തെ എഫക്റ്റ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലേക്കും വേണ്ട എഫക്റ്റുകളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ടൈം ലൈനിന് മുന്നിലെത്താം. വീഡിയോയ്ക്ക് വേണ്ട PNG ഫോർമാറ്റിലുള്ള ഒരു ബോർഡർ ലൈൻ ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. സ്പ്ലിറ്റ് സ്ക്രീൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ബോർഡർ ലൈനിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകൾക്ക് സമമായി വെക്കുക. എഡിറ്റിംഗിന്റെ ആദ്യ ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ഈ പ്രോജക്റ്റ് ക്ലോസ് ചെയ്യാം. 9:16 എന്ന ഈ റേഷ്യോയിലുള്ള പുതിയ ഒരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും വിനിയേറ്റ് എന്ന ഈ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുക. എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ഈ ഫയൽ വീണ്ടും ഓപ്പൺ ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ ലെയർ ഇതുപോലെ ഒരൽപ്പം ചരിച്ചു വെക്കുക. എക്സ്പോർട്ട് ഫോൾഡറിൽ നിന്നും ഈ ഫയൽ ഒരു തവണ കൂടി ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ടെംപ്ലേറ്റ് ഫോൾഡറിൽ നിന്നും ഫ്ലൈയിങ് ഹേർട്സ് വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.